ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും, അതായത് ലാസ്റ്റ് നോമ്പില്ലേ, ആ നോമ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ചെറിയ ചില സാധനങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ തലേ ദിവസമാണ് പോയത്. മെഹന്തി, ഷോള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇത് പിന്നെ ഇക്കടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് വാങ്ങിയ പർദ്ദയും ഷോളും ഒക്കെയാണ് കേട്ടോ. ഉമ്മാക്ക് ഹെവി ആയിട്ട് വർക്കൊക്കെ വരുന്ന പർദ്ദയൊന്നും ഇഷ്ടമല്ല, നല്ല സിമ്പിളായിട്ടുള്ള പർദ്ദയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് വാങ്ങിയത്. പിന്നെ ഇത് എനിക്കും മക്കൾക്കുമുള്ള ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷോൾസൊക്കെ വാങ്ങിയതാണ്. പിന്നീട് ഫാൻസിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ മക്കൾക്ക് വേണ്ടതൊക്കെ അവർ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ 2 വള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നിറയെ ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ കുഞ്ഞു കുഞ്ഞ് കമ്മലുകൾ, നല്ല ഭംഗിയുള്ള കമ്മലിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ മെഹന്തി കോൺസ്, ബ്ലാക്ക് ഹെന്ന, ഇത് പിന്നെ മോളുടെ സെക്കൻഡ് കുത്തിയിട്ടില്ലേ അതിനുള്ള കമ്മലൊക്കെ വാങ്ങി. പിന്നെ കൈ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കൈ ചെയിനിൻ്റെയൊക്കെ അടിപൊളി സ്റ്റോണൊക്കെ വെച്ച് അങ്ങനത്തെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പാണ് കേട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെയിനും വാങ്ങി. അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് വേഗം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ ഒരു ചൂടത്ത് പുറത്തിറങ്ങിയാൽ പിന്നെ എന്തായാലും കാര്യം പറയണ്ടല്ലോ, നല്ലോണം ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയത്ത് ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ പുളിച്ചിക്ക വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ റെഡിയാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ഒരു 5-6 പുളിച്ചിക്ക, അല്ലെങ്കിൽ ഇരുമ്പം പുളി എന്നും പറയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 ഏലക്കയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കൊത്തൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് വേണം കേട്ടോ അരയ്ക്കാൻ. അപ്പോൾ ഞാനത് വിട്ടുപോയി. എന്നിട്ട് ലാസ്റ്റ് കുറച്ചിങ്ങനെ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കസ്കസും ചേർത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ജ്യൂസാണ് കേട്ടോ. നമുക്ക് ഇരുമ്പമ്പുളി സാധാരണ അച്ചാറിടാനൊക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കാറ്, പക്ഷേ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റാണ്. കൊളസ്ട്രോളിനൊക്കെ നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഇത്. പിന്നെ ചെറിയൊരു പരീക്ഷണം എന്നോണം ഞാനിതിലേക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഒന്നുകൂടി ഡബിളായി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ലൂസാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഡ്രിങ്ക് റെഡിയാക്കി. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അന്ന് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല. പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അപ്പങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ കാസർഗോഡുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. എല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു 2 ഐറ്റം മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് കൊട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കാസർഗോട്ടുകാർ അതിനങ്ങനെയാണ് പേര് പറയാറുള്ളത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. 2 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർക്കുക കേട്ടോ, ചിലപ്പോൾ കൂടിപ്പോയാലോ. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ആ ഒരു മുട്ടയുടെ മിക്സില്ലേ അത് ഈ മൈദയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആ ഒരു സമയത്ത് പെരുന്നാളാണെന്നൊന്നും യാതൊരു ഉറപ്പും ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്കങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു മിക്കവാറും നാളെ പെരുന്നാളായിരിക്കും എന്നുള്ളൊരിത്. അതുകൊണ്ട് ഞാൻ സ്നാക്സ് എന്തായാലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അഥവാ നോമ്പാണെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാമല്ലോ എന്നും കരുതി. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയുടെ മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മുട്ടയുടെ മിക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാ കൊട്ടയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തീരെ തിന്നായി പോകരുത്, കുറച്ച് കനത്തോടു കൂടി തന്നെ ഇത് പരത്തിയെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതുപോലുള്ള മരുന്നിൻ്റെ മൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിലെ പെപ്സി അതിൻ്റെയൊക്കെ മൂടിയും കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ ദാ ഇതുപോലെ കുപ്പിയുടെ മൂടി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു മൂൺ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു കശുവണ്ടിയുടെ ഷേപ്പ് എന്ന് പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് കൊട്ടയപ്പം എന്ന് പേര് വന്നത്. കാസർഗോഡൊക്കെ ഇത് കശുവണ്ടിക്ക് പറയുന്നത് കൊട്ട എന്നാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമാണ് കേട്ടോ ഇതിൽ കുറച്ച് പണിയുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. അങ്ങനെ ഇതാ എല്ലാം കുപ്പീൻ്റെ ഈ ഒരു മൂടി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കാസർഗോഡത്തെ മിക്ക വീടുകളിലും ഈ ഒരു കൊട്ടയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല 10-17 ഐറ്റംസ് വരെ അവരുണ്ടാക്കാറുണ്ട്. പെരുന്നാളിന് പത്തിരി പിന്നെ ബിരിയാണി അതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെയധികം ഒരു പ്രാധാന്യത്തോടെ ഉണ്ടാക്കുന്നത് ഈ ഒരു അപ്പങ്ങളാണ്. കാസർഗോഡ് പെരുന്നാളിൻ്റെ അപ്പങ്ങൾ അന്ന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തു. ഇനിയിപ്പം എണ്ണ ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെരുന്നാളിൻ്റെ അന്ന് വരുന്ന വിരുന്നുകാർക്കൊക്കെ ആദ്യം വെൽക്കം ഡ്രിങ്കും ഈ ഒരു സ്നാക്കുമാണ് കേട്ടോ കൊടുക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും ബിരിയാണിയും ഒറോട്ടിയും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാ വീടുകളിലും കയറി ഇറങ്ങുമ്പോഴേക്കും വയറ് ഫില്ലാവും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചിട്ട് വെള്ളവും കുടിക്കും. അതാണ് ആ ഒരു ചടങ്ങ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടും യൂസ് ചെയ്യാം. അങ്ങനത്തെ കശുവണ്ടി ഒന്നും ചേർക്കാതെ തന്നെ കശുവണ്ടിയുടെ ഷേപ്പിലുള്ള നല്ല കൊട്ടയപ്പം ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു മൂടിയേക്കാളും ഈ ഒരു മരുന്നിൻ്റെ മൂടിയില്ലേ, അതിൽ നമുക്ക് വളരെ വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ മതി. ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് മൈലാഞ്ചി ഇടൽ എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു വികാരമാണല്ലോ നമ്മുടെ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലീഫ് വീണ്ടും പറിച്ചു. അപ്പോൾ ഇടയ്ക്കൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലേക്ക് വീണ്ടും വെച്ച് കൊടുത്താൽ കുറേ കൂടി കളർ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറച്ച് ഇല പറിച്ചു. നമ്മുടെ കെമിക്കൽ മൈലാഞ്ചിനേക്കാളും എന്തായാലും ഇത് കൈക്കൊക്കെ വളരെ നല്ലതല്ലേ. കുറച്ചധികം ഞാൻ അരച്ചിട്ടുണ്ട്. കട വീട്ടിലും കൊടുത്തേക്കാന്ന് കരുതി. അവിടെ ഉമ്മായും കാക്കയുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ചോളും. പിന്നെ നമ്മൾ വാങ്ങിയ ആ ഒരു ബ്ലാക്ക് ഹെന്ന നമ്മൾ പറ്റിക്കപ്പെട്ടു പോയി. ഒട്ടും സ്റ്റെയിൻ ഉണ്ടായിരുന്നില്ല. അത് കയ്യിലേക്ക് ഇട്ടിട്ട് നഖമൊക്കെ വൃത്തികേടായിപ്പോയി. പിന്നെ നമ്മൾ അതിന് മുകളിലേക്ക് നമ്മുടെ അരച്ച മൈലാഞ്ചി വെച്ചിട്ടാണ് കേട്ടോ നഖമൊക്കെ റെഡിയാക്കി എടുത്തത്. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മക്കളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി. കോയാട്ടങ്ങൾ സംസാരിക്കുന്നു. കോഴിക്കോട് ഖാസി നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് കാര്യം അറിയിക്കുകയും ഉറപ്പിക്കുകയും. പിന്നെ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ നാളെ പെരുന്നാളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കുത്തിയിരിക്കുന്ന ആ ഒരു നിമിഷമാണിത്. നമ്മൾ എല്ലാ നോമ്പും എടുത്തു കഴിഞ്ഞ് നാളെ പെരുന്നാളാണെന്ന് അറിയുന്ന ആ ഒരു നിമിഷം വല്ലാത്തൊരു രോമാഞ്ചം തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് പറയാനാണെങ്കിൽ ഇപ്രാവശ്യത്തെ നോമ്പ് നല്ല കഠിനമായിരുന്നു. നല്ല ചൂടും ദാഹവും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഈ ഒരു കഠിനമായ ചൂടിലും നമുക്ക് എല്ലാ നോമ്പും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയ സന്തോഷമാണ്. 8 മണിയായപ്പോഴേക്കും പെരുന്നാളാണെന്ന് അറിഞ്ഞു. പിന്നീട് മൈലാഞ്ചിയൊക്കെ ഇടുന്ന തിരക്കിലായി മക്കൾ. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് വന്ന് വെക്കുക. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്ന പണിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എപ്പോഴും ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനും മെഹന്തി ഇട്ടു. ഇപ്രാവശ്യം പെരുന്നാളിന് പായസം ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. നല്ല ചൂടാണല്ലോ. അതുകൊണ്ട് തണുത്ത എന്തെങ്കിലും കഴിക്കാനായിട്ട് ഞാൻ കസ്റ്റേർഡാണ് കേട്ടോ റെഡിയാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സ് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് തന്നെ കുറച്ച് പാലിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ കസ്റ്റേർഡ് പൗഡർ അടിയിൽ പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലും മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 5-6 സ്പൂണ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ആ കസ്റ്റേർഡ് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. അതിന് തണുത്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു ഗ്യാപ്പിനിടയിൽ ഞാൻ വേറൊരു സ്നാക്സും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. കാസർഗോഡത്തെ പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. ഈത്തപ്പഴം കാച്ചിയെന്ന് പറയും.
ഇതിനായിട്ട് ഒരു പാക്കറ്റ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു കുരു കളഞ്ഞിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ നിലക്കടലയോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന്. അതിനായിട്ട് മൈദയുടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരല്പം കളർ കിട്ടാനായിട്ട്. ഒരു നുള്ള് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈന്തപ്പഴം നല്ല മധുരമല്ലേ, പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായിട്ട് കലക്കിയെടുക്കണം. ഈ ഒരു മാവ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ ആ ഒരു രീതിയിൽ, ആ ഒരു ബാറ്ററിൻ്റെ രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ഈത്തപ്പഴം ഓരോന്നായിട്ട് അതിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് ഓരോന്നായിട്ട് നമ്മൾ പഴംപൊരി റെഡിയാക്കുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് പെരുന്നാളിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇതും കാസർഗോഡത്തെ ഒരു പെരുന്നാളിൻ്റെ ട്രഡീഷണൽ ഐറ്റമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അങ്ങനെ ഇതാ ഈത്തപ്പഴം കാച്ചിയതും ഞാൻ റെഡിയാക്കി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റേർഡ് തണുത്ത് വന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതിൽ ചേർക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം. പുളിയുള്ള ഫ്രൂട്ട്സ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് മാതളം, പച്ചമുന്തിരി, പിന്നെ കറുത്ത മുന്തിരി, പിന്നെ നേന്ത്രപ്പഴം, പിന്നെ ഷമാമില്ലേ അതും എടുത്തിട്ടുണ്ട് ഒരു പീസ്, പിന്നെ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അധികം ഫ്രൂട്ട്സ് തന്നെ എടുത്തിട്ടുണ്ട്. ഷമാമൊക്കെ ഒരു ചെറിയ പീസ് എടുത്താൽ മതി. എല്ലാ ഫ്രൂട്ടും വളരെ കുറച്ചായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് നാളത്തേക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ അടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റേർഡിനൊരു പ്രത്യേക ടേസ്റ്റും കുറച്ച് കളറും കൂടി കിട്ടും. ഒരു 2 ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തണുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ആ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫ്രൂട്ട്സ് കസ്റ്റേർഡിലേക്ക് മിക്സ് ചെയ്യുന്നില്ല. രണ്ടും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യില്ലേ, അതിന് മുമ്പായിട്ട് മിക്സ് ചെയ്താൽ മതി. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഫ്രൂട്ട്സിന് ഒരു വല്ലാത്ത ടേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട്സിലേക്ക് മിക്സ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ ബദാമോ പിസ്തയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം കുറവായതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് അതൊന്ന് നോക്കിയിട്ട് അതിലേക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഐസ്ക്രീമിനേക്കാളും പുഡിങ്ങിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്സ് കസ്റ്റേർഡ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് തണുപ്പിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് പുറത്തെടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. ഈ ഒരു ചൂടത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ചെയ്ത കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ബീഫും മട്ടനും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കഴുകി വൃത്തിയാക്കിയ മട്ടണിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കുന്നത് മട്ടൻ്റെ ഒരു സ്മെല്ല് മാറിക്കിട്ടാനായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ നന്നായിട്ട് വെന്ത് കിട്ടണം, എങ്കിൽ മാത്രമേ ബിരിയാണിക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്നാക്കും ചായയൊക്കെ നമ്മൾ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെ വന്നിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ ഇതുപോലെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് കേട്ടോ പോകാറുള്ളത്. ആദ്യം പെണ്ണുങ്ങൾക്കുള്ള നിസ്കാരമാണ് കേട്ടോ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആണുങ്ങളുടേത്. അപ്പോൾ ഞാനും മക്കളും കൂടിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുളിച്ച് റെഡിയാവുകയാണ്. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും ഇക്കത റെഡിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മൾ 6 മണിക്കാണ് കേട്ടോ പോയത്. 6:30 നിസ്കാരം തുടങ്ങി 7:30 ഒക്കെ ആയപ്പോഴേക്കും തിരിച്ചെത്തി.
അങ്ങനെ ഇതാ ഇക്ക കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈദ് മുബാറക്കും പറഞ്ഞിട്ട് ഇതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്ക പോയി കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പത്തിരിയും ബീഫും റെഡിയാക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. സോറി, പത്തിരിയല്ല, തേങ്ങയൊക്കെ ചേർത്ത കനം കുറച്ച് പരത്തിയിട്ടുള്ള ഒറോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിനോടൊപ്പം ബീഫ് കറിയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതാ ബീഫൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് ഞാൻ അല്പം സവാള വഴറ്റിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതും കഴിക്കാനായിട്ട്. പൊറോട്ടയുടെ ബോൾസൊക്കെ റെഡിയാക്കി തരുന്നത് ഐഷു ആണ് കേട്ടോ. അപ്പോൾ അവളും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇക്കയുടെ 2-3 ഫ്രണ്ട്സൊക്കെ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിൽ ചിലർക്കൊക്കെ സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡായി. അങ്ങനെ പിന്നെ വരില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. എന്നാലും കുറച്ചധികം ഒറോട്ടിയും കറിയും ബിരിയാണിയൊക്കെ ഞാൻ റെഡിയാക്കി നമ്മൾ തൊട്ടടുത്തുള്ള അയൽവാസികൾക്കൊക്കെ അല്പം കൊടുക്കണമല്ലോ. അങ്ങനെ ദാ ഒറോട്ടിയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചു. അതിന് ശേഷം ദാ ബീഫിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ദാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ കിച്ചണിൽ നിന്ന് പെട്ടെന്ന് ഹാളിലേക്ക് വന്നു. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഫാനിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തു. ഇത് പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്വീറ്റ്സും ഡ്രിങ്ക്സും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ വെറുതെ റെസ്റ്റ് എടുത്തു. പൊറോട്ടയും കറിയൊക്കെ ഇക്കായും കൂടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പള്ളി സമയം കഴിഞ്ഞ് ഇക്കായും വന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇക്കയുടെ വലിയ ബ്രദർ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. ആൾ സൗദിയിലാണ്. അപ്പോൾ ദൂരമുള്ളവരെയൊക്കെ നമുക്ക് ഇതുപോലെ വീഡിയോ കോളിലൂടെ കാണാൻ പറ്റും. ഈദ് മുബാറക്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടിയിട്ട് ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാക്ക ഈദ് മുബാറക്ക് പറഞ്ഞതാട്ടോ ഇത്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ദൂരെയുള്ളവരെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് ഈദ് മുബാറക്ക് പറയണം. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മട്ടൻ ബിരിയാണി റെഡിയാക്കുകയാണ് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മട്ടൺ വേവിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതാ അതിനുള്ള റൈസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ട, 2 കഷ്ണം ബേ ലീഫ്, 3 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോവാതെ വഴറ്റിയെടുക്കണം. റൈസ് റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ബിരിയാണിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ആ ഒരു അളവിലാണ്. അപ്പോൾ ജീരകശാല റൈസാണല്ലോ, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരോടി ചേർക്കാം, റൈസിന് നല്ല നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സും കിസ്മിസും ഒക്കെ വന്ന് വറുത്ത് കോരുകയാണ്. ഈ ഒരു ഉണക്കമുന്തിരി ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതിലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് അതവിടെ മാറ്റി വെച്ചു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. നട്ട്സും കിസ്മിസും വറുത്ത് കോരിയില്ലേ, ആ ഒരു ഓയിലിലേക്ക് തന്നെ, നെയ്യിലേക്ക് തന്നെ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2-3 പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം ബേ ലീഫ്, ഇതിലേക്ക് 1 പൂന്ത് വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയ ഉടൻ തന്നെ ഒരു 3 തക്കാളി, മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. അതിലേക്ക് 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തിട്ട് അതൊന്ന് വഴറ്റി ഒന്ന് കുഴഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയും കൂടി ചേർക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനിടയിൽ നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ ചേർത്തത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്തത്. 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടണിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീരോടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റൈസിന് വേണ്ടി എടുത്തില്ലേ, ആ ഒരു നാരങ്ങ തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. കുരുവൊന്നും പെടാതെ നമുക്കിതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിൽ നിന്ന് ഒരല്പം ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ ചെയ്ത സവാള ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മട്ടൻ വെള്ളത്തോടു കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയും മട്ടനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്നത് വരെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ മട്ടൺ വേവിച്ചെടുത്തതാണ്. അധികം വെന്ത് പോകരുത്. ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതി. ബാക്കി 1/4 ഭാഗം ഈ ഒരു സമയത്താണ് കേട്ടോ വെന്ത് കിട്ടുന്നത്. വെള്ളമൊക്കെ വറ്റി റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസും ഒരു 70% അല്ലെങ്കിൽ 80% കുക്കാവാവൂ. തീരെ വെന്ത് പോകരുത്. കാരണം നമ്മളിനിയിപ്പോൾ ദമ്മിടുമല്ലോ, ദമ്മിടുമ്പം ബാക്കി വെന്തോളും. ഇപ്പോൾ ഫുള്ളായിട്ട് റൈസ് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുമ്പോഴേക്കും വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു അല്പം വേവ് കിടക്കെ തന്നെ നമ്മൾ റൈസ് ഇറക്കി വെക്കണം. ഇനിയിപ്പോൾ ആ വലിയ പാത്രത്തിൽ നിന്ന് റൈസൊക്കെ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ആ ഒരു മട്ടൺ നിരത്തി കൊടുക്കുക. കുറച്ച് വെള്ളത്തോടു കൂടി വേണം കേട്ടോ നിരത്താനായിട്ട്, എങ്കിലേ നമ്മൾ ദമ്മിടുമ്പോഴേക്കും കരിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. മട്ടൺ തീരെ വറ്റി പോകരുതെന്ന് അർത്ഥം. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൈസ് നിരത്തി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബിരിയാണിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി ഏറ്റവും മുകളിലായിട്ട് സാധാരണ ദം ചെയ്യുന്ന പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ അല്പം ബിരിയാണി മസാലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് ദം ചെയ്തെടുക്കാം. പിന്നെ ദമ്മൊക്കെ ഞാൻ ഉച്ചയായപ്പോഴൊക്കെയാണ് കേട്ടോ തുറന്നത്. അങ്ങനത്തെ നമ്മളെല്ലാവരും കൂടിയിട്ട് മട്ടൻ ബിരിയാണി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രസ്സ് എടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ചുരിദാറാണ് എടുത്തതെന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഗസ്സിങ് കറക്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു പിങ്ക് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ കമൻറ്റ് ചെയ്തവർക്കൊക്കെ താങ്ക്സ്. അതിനിടയിൽ മോളിതാ അവളുടെ ഡ്രസ്സും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രൈപോഡ് താഴെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവൾ കുനിഞ്ഞ് നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ഇന്നലെ ഉണങ്ങാൻ വെച്ചില്ലേ ആ ഒരു മുന്തിരിയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ബോട്ടിലേക്ക് ആക്കി കൊടുത്തതാണ്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ 2 ദിവസത്തിൽ ഇത് ഉണങ്ങി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. അങ്ങനത്തെ ആദ്യം മക്കൾ ഫുഡ് കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമുക്ക് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വളരെ കുറച്ചാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒറോട്ടി കഴിച്ചത് കൊണ്ട് തന്നെ ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ വിശപ്പ് തന്നെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു കസ്റ്റേർഡും ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലാ ഫ്രൂട്ട്സും ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. പ്രത്യേകിച്ചിട്ട് ആ ഷമാമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. തണുത്ത് കഴിയുമ്പം ഷമാമിന് നല്ല ബലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ കുറച്ച് ഞാൻ കുൽഫിയുടെ ആ ഒരു ട്രെയിലും വെച്ച് കൊടുത്തു. മക്കൾക്ക് ഐസ്ക്രീമായിട്ട് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോയി. കുറച്ച് നേരം അങ്ങനെ സിറ്റിയിലൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്.
4 മണിയായിട്ടും വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാനുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അങ്ങനെ നടന്നു. പിന്നെ ബസ്സിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി 2 സൈഡും നല്ലോണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ബസ്സിൽ കയറിയതിന് ശേഷം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ചൂട് തണുപ്പിക്കാനായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ജ്യൂസൊക്കെ കഴിച്ചു. അപ്പോൾ മക്കളും ഇക്കായൊക്കെ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. മോള് പിന്നെ എൻ്റെ പൈനാപ്പിൾ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. എന്നിട്ട് തിരിച്ചു തന്നു. നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായപ്പോഴേക്കും വീണ്ടും നമ്മൾ നടക്കാനിറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി. നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുറച്ച് ദൂരം സിറ്റിയിലൂടെയൊക്കെ നടന്നു. എന്നിട്ട് നമ്മൾ ഒരു സിനിമ കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ തിയേറ്ററിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ന്യൂ തിയേറ്റർ എത്തി. ഇപ്പോൾ ന്യൂ തിയേറ്ററിൽ ആടുജീവിതം കാണാനാണ് കേട്ടോ പോയത്. അപ്പോൾ പടം തുടങ്ങാനായിട്ടില്ല, കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഉള്ളിലേക്ക് കയറാതെ അങ്ങനെ പുറത്തിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ നമ്മൾ ഷോ തുടങ്ങിയപ്പോഴേക്കും ഉള്ളിലേക്ക് കയറി. അങ്ങനെ മൂവി തുടങ്ങി. നല്ല അടിപൊളി മൂവിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കുറച്ച് സെൻറ്റിയാക്കുന്ന ഒരു മൂവിയാണ്. ആ ഒരു നജീം എന്ന് പറയുന്ന ആളിനോട് ഒരു വല്ലാത്തൊരു എന്തോ ഒരു അടുപ്പ് നമുക്ക് തോന്നും ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രാത്രിയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ അന്ന് ഇക്കയുടെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിറ്റേന്നൊരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇക്കയുടെ വീട്ടിലേക്ക് പോയി. നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ടും ചൂടിന് യാതൊരു കുറവുമില്ല. മഴ ഇപ്രാവശ്യം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല കേട്ടോ, ഭയങ്കര ഒരു അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ കുടുംബ വീട്ടിലേക്ക് എത്തി. അവിടെ ഇത്ത പഴംപൊരിയും ചായയൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.